ഹലോ, വെൽക്കം ടു സിസ് യാത്രകൾ. നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെറിയൊരു ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ കുറച്ച് സാധനങ്ങൾ ഡെക്കാത്ലോണിൽ നിന്നും കൂടെ വാങ്ങാനുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെയൊക്കെ സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മളിത് ഇറങ്ങാൻ പോവുകയാണ്. ഡ്രസ്സൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ് കേട്ടോ. ഇവിടെ ഇന്നലത്തോടെ അമ്മുവിൻ്റെ ക്ലാസ് കഴിഞ്ഞു. ഇനി 2 ആഴ്ച വെക്കേഷനാണ്. അതിൻ്റെ സന്തോഷത്തിലാണ് അമ്മൂസ്. ഇനിയിപ്പോൾ ജനുവരി 5th 5th വരെ അല്ലേ തോന്നുന്നുണ്ട്, 2 ആഴ്ച ഒഴിവ്. ജനുവരി 5th ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇനി ക്ലാസ് തുറക്കുള്ളൂ, സ്കൂൾ തുറക്കുള്ളൂ. അതുവരെ ഒഴിവാണ്. ഇങ്ങനെ വെക്കേഷൻ മൂഡിലാണ് നമ്മൾ. ഇപ്പോൾ ക്രിസ്മസായി, ന്യൂ ഇയർ ആയി. അതൊക്കെ നമ്മൾ ചെറിയൊരു ട്രാവലിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ആയിട്ട് ഇനി അടുത്ത ദിവസമൊക്കെ നമ്മൾ വരാം. അപ്പോൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മളിത് ഡ്രസ്സ് മാറി, ഷീച്ചേട്ടൻ ഡ്രസ്സ് മാറിക്കൊണ്ടിരിക്കുന്നു. ഡ്രസ്സ് മാറി കഴിഞ്ഞിട്ട് നമ്മൾ പോകും. നോക്കി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഡെക്കാത്ലോണിലാണ് കേട്ടോ. അപ്പോൾ അമ്മ ഈ വർഷം സ്കീ ക്യാമ്പിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ സ്കീക്ക് വേണ്ടിയിട്ടുള്ള ഷൂസ്, അതുപോലെ തന്നെ റോഡ്, ആ സംഭവങ്ങളൊക്കെ നമുക്ക് റെൻ്റ് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ സംഭവങ്ങൾ റെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഡെക്കാത്ലോണിൽ ഇതേ വന്നിരിക്കുവാണ്. അപ്പോൾ ഓരോ സീസണിനനുസരിച്ചിട്ട് ഇപ്പോൾ ഡിസംബറിൽ ഇപ്പോൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു കൊടുക്കുക. അപ്പോൾ ഒരു സീസൺ ഇത്ര റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഉണ്ട്. അപ്പോൾ നമ്മളത് എടുക്കാൻ വേണ്ടിയിട്ട് ഡെക്കാത്ലോണിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വന്ന സമയത്താണെങ്കിൽ വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു, ഒരു 40 minutes വെയിറ്റിംഗ് ടൈം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ആ സമയം അത്രയും നമ്മളിങ്ങനെ കടയിൽ 40 minutes സ്പെൻഡ് ചെയ്യണമല്ലോ. അപ്പോൾ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇത് സ്കീയുടെ സമയത്ത് ഇടാനുള്ള ഗ്ലാസ്സാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നോക്കിയിട്ട് നമ്മളിങ്ങനെ നടക്കുക. എല്ലാം പിങ്ക് കളറിലാണ്. നമ്മൾ അമ്മൂന് സ്കീയുടെ സാധനങ്ങൾ റെൻ്റ് എടുക്കാൻ വേണ്ടി ഡെക്കാത്ലോണിൽ വന്നേക്കുവാണ്. അപ്പോൾ നമുക്കൊരു വെയിറ്റിംഗ് ടൈം 40 minutes ആണ് കിട്ടിയിരിക്കുന്നത്. ടോക്കൺ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേട്ടാ ടോക്കൺ ഒന്ന് കാണിക്കും. ഇത് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ നമ്മൾ പോകണം. 40 minutes ആണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കേട്ടോ സ്കീ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബോർഡ് എന്ന് തന്നെയാണ് പറയണമെന്ന് തോന്നുന്നു. എനിക്ക് അറിയില്ല കറക്റ്റ് എന്താ പറയുക. അടി ഫ്രണ്ടിൽ നിന്ന് മാറും. അപ്പോൾ ഇതൊക്കെ വാങ്ങാൻ പറ്റും. റേറ്റുകൾ കണ്ടോ, ഇത്രയും ഫ്രാങ്ക്സാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ നോർമലി ഒരു സീസൺ നമുക്കിവിടെ നിന്ന് റെൻറ്റിന് കിട്ടും. അപ്പോൾ നമ്മൾ റെൻ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുവാണ്. പവറില്ലല്ലോ ഇടിക്ക്. അങ്ങോട്ട് ഇടിക്ക്. മതി സ്ലെഡ്ജിങ്ങിൻ്റെ സാധനമാണത്. അങ്ങനെ 40 minutes ശേഷം നമ്മുടെ ടോക്കൺ ബ്ലിങ്ക് ചെയ്ത് നമ്മൾ ചെന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ സ്കീയിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഷൂസ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് സൈസൊക്കെ നോക്കിയിട്ട് നമ്മളെ ഒരാൾ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ആളാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായത്, സാധനങ്ങൾ എടുത്തു തരാനൊക്കെ വേണ്ടിയിട്ട് കേട്ടോ. പ്രസ് ചെയ്താൽ അങ്ങനെ അമ്മൂനുള്ള ഷൂസ് ഇവിടെ ഇട്ട് നോക്കുവാണേ. നോർമൽ ഷൂ സൈസിനേക്കാളും ഒരു സൈസ് കൂടുതലായിരിക്കും സ്കീ ഷൂവിന് എന്നാണ് കേട്ടോ അവർ നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമുക്കിപ്പോൾ ഈ ഷൂ സൈസ് ഓക്കെ അല്ലെങ്കിൽ ഈ സീസണിൽ എപ്പോൾ വേണമെങ്കിലും അവരത് ചേഞ്ച് ചെയ്ത് തരുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഷൂവ്, പിന്നെ ഈ സ്റ്റിക്കും, പിന്നെ സ്കീ ചെയ്യാനുള്ള റോഡ് ഉണ്ടല്ലോ, അത്രയും സംഭവങ്ങളാണ് നമുക്ക് റെൻറ്റിന് എടുക്കുമ്പോൾ കിട്ടുന്നത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഹെൽമെറ്റ് നോക്കുകയാണ് അമ്മൂസിന്. അതും ഇത് സ്കീക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഹെൽമെറ്റ് തന്നെ വേണം കേട്ടോ. നോർമൽ സൈക്കിളിൻ്റെ ഹെൽമെറ്റൊന്നും പറ്റില്ല, സ്കീയുടെ ഹെൽമെറ്റ് തന്നെ വേണം.
അങ്ങനെ ഡെക്കാത്തലിന് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ അടുത്തത് ഇവിടെ അടുത്ത് തന്നെയുള്ള ലൊസാനിലുള്ള ഒരു മാളിലോട്ട് വന്നേക്കുകയാണ് കേട്ടോ. ജസ്റ്റ് കുറച്ച് ക്രിസ്മസ് ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. അപ്പം വന്ന സമയത്ത് ദേ അവിടെ എന്തോ കുറച്ച് പരിപാടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസൊക്കെയാണ് ഇപ്പോൾ കണ്ടത്. വേണോ നിനക്കത്? നല്ല രസമുണ്ട്. ബാഗ് നോക്കിയ അങ്ങനെ നമ്മളിതേ അവിടെ ഡ്രസ്സൊക്കെ നോക്കി നടക്കണം. ഇപ്പം നമ്മളുള്ളത് ന്യൂയോർക്കറിലാണ് കേട്ടോ. എനിക്ക് ഡ്രസ്സ് നോക്കാം, എനിക്കും ഷീചേട്ടനും ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂയോർക്കറിലാണ് വന്നിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഓരോ ഡ്രസ്സൊക്കെ നോക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ. നല്ല വൈറ്റ് കളറിൽ കുറേ ഇങ്ങനെ ഫെറ് പോലെ ഇട്ട് നല്ല രസമുണ്ട്. അപ്പോൾ അമ്മൂസ് അത് ഇട്ട് നോക്കുവാണേ. ഇതില്ലേ നമുക്കിപ്പോ ഉറങ്ങണിൽ എന്താന്ന് പറയാ ചെയ്യാ, ചുട്ടിക്കൂട്ട സലാഡ് അടി വെക്ക, നല്ല സോഫ്റ്റ്. നമ്മൾ ആ വൈറ്റ് കണ്ടതിൻ്റെ സെയിം ബ്ലാക്കും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ വൈറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് അമ്മൂസ എടുത്തത് ബ്ലാക്ക് ഇട്ട് നോക്കുവാണ്. വാങ്ങാൻ ഉദ്ദേശമൊന്നുമില്ല ഇത്, എന്താണെങ്കിലും അവൾക്ക് ഇട്ട് നോക്കാനൊരാഗ്രഹം, അതുകൊണ്ട് ഇട്ട് നോക്കുകയാണ് കേട്ടോ. നമുക്ക് ഇട്ട് നോക്കുന്നതിന് പ്രത്യേകിച്ച് ചിലവൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ബ്ലാക്കും കൂടെ അമ്മൂസ് ഇട്ട് നോക്കുകയാണ്. പക്ഷെ ഇട്ടിട്ട് ബ്ലാക്കിനേക്കാളും കുറച്ചുകൂടെ ഭംഗി ഉണ്ടായിരുന്നത് വൈറ്റാണ്. ഇപ്പോൾ ഡിസംബർ ആയതുകൊണ്ടും വിൻ്റർ ടൈം ആയതുകൊണ്ട് ഫുൾ വിൻ്റർ ഡ്രസ്സ് ആണ് കേട്ടോ ഉള്ളത്. അപ്പോൾ കുറേ ജാക്കറ്റ്സും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ ഒരുമാതിരി സ്റ്റോൺ പതിപ്പിച്ചിട്ടുള്ള കുറേ ഡ്രസ്സുകളാട്ടോ. അപ്പോൾ ഇതിന് മുമ്പത്തെ പ്രാവശ്യം വന്നപ്പോൾ ഈ ജാക്കറ്റ് ഞാൻ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ സെയിം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മൂസ് അതെടുത്ത് കാണിക്കുകയാണ് കേട്ടോ, അമ്മയ്ക്കുള്ള സെയിം ജാക്കറ്റാണ് അതെന്നും പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളിങ്ങനെ ഓരോ ഡ്രസ്സുകളൊക്കെ തപ്പി ഇങ്ങനെ നടന്നിട്ട് ഓരോ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. പിന്നെയും കൂലം കലുഷിതമായ ആലോചനയിലാണ് കേട്ടോ ഞങ്ങൾ. അതെടുക്കണോ ഇതെടുക്കണോ ഏതെടുക്കും എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാം വിൻ്റർ ഡ്രസ്സുകൾ തന്നെയാണ് ഫുള്ളും ഇപ്പോൾ ഉള്ളത് കേട്ടോ, വിൻ്റർ ടൈം ആയതുകൊണ്ട്. ഞാനത് അങ്ങനെ 1-2 ഡ്രസ്സൊക്കെ എടുത്ത് കയ്യിൽ പിടിച്ചിട്ട് അതൊന്ന് ട്രയൽ നോക്കാൻ വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു ഡ്രസ്സ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നടക്കുവാണ് കേട്ടോ. പിന്നെ അത് ഇതെടുത്തു അമ്മൂസിന് വേണ്ടിയിട്ട്. പക്ഷേ അമ്മൂനത് ഇഷ്ടപ്പെട്ടില്ല, വേണ്ടാന്ന് പറഞ്ഞു കേട്ടോ. അത് കഴിഞ്ഞ് എനിക്കും ഷീച്ചറിനുള്ള ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ അതിൻ്റെ അടുത്ത് തന്നെ H&M ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് അമ്മൂന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. പിന്നെ അതേ അവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ വീഡിയോസ് എടുത്തില്ല കേട്ടോ, എടുക്കാൻ മറന്നുപോയി. ഇങ്ങനെ അമ്മൂനുള്ള ഡ്രസ്സൊക്കെ എടുത്തിട്ട് നമ്മളതേ ഇറങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മളിത് രാവിലെ തൊട്ടുള്ള നടത്തം തുടങ്ങിയത് കൊണ്ട് തന്നെ അമ്മൂസ് ക്ഷീണിച്ചിട്ടുണ്ട് കേട്ടോ. അമ്മൂൻ്റെ മുഖം കണ്ടോ, നടന്ന് അമ്മ ഏകദേശമൊക്കെ അമ്മൂൻ്റെ ക്ഷീണിച്ച് അവശയായിട്ടുണ്ട്. ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ മോളൊക്കെ നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട്, ലൈറ്റ്സൊക്കെ ഇട്ട്. അതുപോലെ തന്നെ ഈ സൈഡ് റൈൽസിലൊക്കെ നല്ല സൂപ്പറായി ഡെക്കറേറ്റ് ചെയ്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മോളിൽ ഇവിടെ ഒരു സെക്ഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ സാന്താക്ലോസിൻ്റെ കൂടെ കുട്ടികൾക്ക് ഫോട്ടോ എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ
ഫോട്ടോ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് അപ്പം തന്നെ അവിടെ നിന്ന് അതിൻ്റെ പ്രിൻറ്റും കിട്ടും കേട്ടോ. അതെല്ലാം ഫ്രീ ആയിരുന്നു. അപ്പോൾ ഇങ്ങനെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, ക്രിസ്മസ് ഫാദറും ഉണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ പോയി ഇരുന്നിട്ട് ഫോട്ടോസ് എടുക്കാൻ പറ്റും കേട്ടോ. കറക്റ്റ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ കുട്ടികൾക്ക്. എന്താണെങ്കിലും സാന്താക്ലോസിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അതിൻ്റെ കൂടെ ഇത്രയും ക്യാരക്ടേഴ്സും കൂടി ഉണ്ടാകുമ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമുണ്ടോ? പിള്ളേരൊക്കെ ഭയങ്കര ഹാപ്പി കേട്ടോ. അങ്ങനെ വലിയൊരു ക്യൂ ഉണ്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മൂസും ക്യൂവിൽ പോയി നിന്ന് അമ്മുവും ഫോട്ടോ എടുത്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. അപ്പോൾ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അമ്മൂസും ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്യാരക്ടേഴ്സൊക്കെ നല്ല സൂപ്പറായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയാണ്, ഭയങ്കര എനർജറ്റിക്കായി അടിപൊളിയായിട്ടുള്ള ക്യാരക്ടേഴ്സായിരുന്നു കേട്ടോ. അപ്പം ഇതേ അമ്മൂസും ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അങ്ങനെ കുറച്ച് സെക്കൻഡുകൾ അമ്മൂനും സാന്താക്ലോസിൻ്റെ കൂടെ ഇരിക്കാൻ പറ്റി കേട്ടോ. അങ്ങനെ അമ്മൂസ് ഇതേ ഫോട്ടോ എടുത്ത് വന്നിട്ടുണ്ട്. അടുത്തത് പ്രിൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അമ്മൂസ് വെയിറ്റ് ചെയ്ത് ഇതേ പ്രിൻ്ററിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ അതേ അമ്മൂൻ്റെ ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കുറേ നേരം മുകളിൽ ഇങ്ങനെ ചുറ്റിക്കറങ്ങിയൊക്കെ നടന്നു. അപ്പോൾ ഇങ്ങനൊരു ഏരിയ അവിടെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് നല്ല ക്രിസ്മസ് വൈബ് കിട്ടുന്ന നല്ലൊരു അടിപൊളി ഏരിയ ആണ്. നല്ല സൂപ്പറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അമ്മ കുറച്ച് റീൽസൊക്കെ എടുത്തു. അങ്ങനെ നമ്മളിതേ ഇതാണ് കേട്ടോ മോളിലെ ഡെക്കറേഷൻ. നല്ല ഭംഗിയില്ലേ കാണാൻ. അയ്യാമഗുണ്ട ഇങ്ങനെ ഇത് എൻ്റെ കാള. നമ്മളൊരു ഷൂവിൻ്റെ ഷോപ്പിലാണ്. കിട്ടിയോ? ഇത് നോക്കി, ഇതും പിന്നെ ഇതുമാണ്. നീ ഫ്രണ്ട്സിനോട് ചോദിക്കാം അവർ ഏതാ കളിക്കണേന്നൊക്കെ അറിയാലോ. അവർക്ക് ഭയങ്കര ഓഫറുള്ള മറ്റേ 10% ഇല്ല. എനിക്ക് കളിക്കാൻ പറ്റുമോ? ഗൈസ്, ഞാനൊരു സാധനം കാണിച്ചിട്ട്, ഒരു സൂത്രം കാണിച്ചിട്ട്. ഇതുണ്ടാ ഈ സാധനം ഇവിടെ കണ്ട പൈറ്റ് കേൾക്കണം. ലെഗോടെ 23 francs. It's like so cheap. It's ഭയങ്കര ചീപ്പാ. എന്റെ പൊന്നെ ഇതിന്റെ കൂടെ നോക്കിയിട്ട് എന്താണ് 1,00,000 രൂപയെ. അപ്പോൾ ലെഗോയുടെ വില കണ്ട് നമ്മുടെ ബോധം പോയി കേട്ടോ. അങ്ങനെ നമ്മൾ ആ മോളിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ് കേട്ടോ ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത്. ഞാൻ ഇതിന് മുമ്പ് ലൊസാനിലെ ക്രിസ്മസ് മാർക്കറ്റിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ ഈ മോളിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് ഈ താഴെയും മുകളിലൊക്കെ ആയിട്ടാണ് ക്രിസ്മസ് മാർക്കറ്റ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താണേലും ഒന്ന് അവിടെ ഇങ്ങനെ ഒരു ലൈറ്റ് ഷോ പോലെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു ലൈറ്റ് ഷോ അവിടെ ഉണ്ടായിരുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, നല്ല ഭംഗിയുണ്ടായി കാണാൻ.
നേരിട്ട് കാണുന്നേക്കാളും ക്ലിയർ ഫോണില്. അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ നിന്നും ഇങ്ങനെ പല വെറൈറ്റി ഷേപ്സും കളേഴ്സും സംഭവമൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു ലൈറ്റ് ഷോ. അപ്പോൾ കുറേ നേരം നമ്മൾ അത് കണ്ടുകൊണ്ട് ഇങ്ങനെ നിന്നു കേട്ടോ. ഫസ്റ്റ് നമുക്ക് ഇവിടെ ഒരു ടൈമർ ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മൾ പുതിയത് വേറെന്തോ വരാൻ പോവുകയാണെന്നൊക്കെ വിചാരിച്ചിട്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. പക്ഷേ ഈ ലൈറ്റ് ഷോ തന്നെയാണ് കേട്ടോ ഉണ്ടായത്. നല്ല അടിപൊളിയായിരുന്നു. കുറേ നേരം നമ്മൾ ഈ ലൈറ്റ് ഷോയും കണ്ടുകൊണ്ട് അങ്ങനെ നിന്നു കേട്ടോ. അവിടെ സമയം പോണതേ അറിയണ്ടായില്ല കേട്ടോ. എന്നാലും നല്ല തണുപ്പുണ്ട്, പക്ഷെ സൂപ്പറായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ക്ലോക്കല്ലേ ഈ ചെറുതിനെ അറിയുന്നു. ക്ലോക്കാണ് വേറെ ഉണ്ടല്ലോ. ഹലോ ഗായ്സ്, നമ്മളിത് എവിടെ നിന്നാണ് എടുക്കണേന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം അടുത്തത് ഇട്ടിട്ട് നോക്കിയേ, നമ്മൾ ഇത്രയും ദൂരത്തു നിന്നാട്ടോ ഈ വീഡിയോ എടുത്ത്. സൂപ്പർ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ അത്. അമ്മ അടിപൊളിയായിട്ടുണ്ട് ഡെക്കറേഷൻ. നോക്കി, വാവ് സൂപ്പർ. ഈ ഷോ ഇവിടെ കണ്ടിന്യൂസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അത് കറക്റ്റ് സ്ട്രീറ്റിൽ തന്നെയാണ്. അപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. റോഡ് സൈഡിൽ തന്നെയാണ് ഈ ബിൽഡിംഗ് ഉള്ളത്. അവിടെ ഈ ഷോ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിലൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നല്ല ക്രൗഡാണ് കേട്ടോ. ഭയങ്കര തിരക്കുണ്ട്. അപ്പോൾ ബസ്സുകളൊക്കെ പോകുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇലക്ട്രിക് ബസ്സാണ് ഇതൊക്കെ. അപ്പോൾ ബസ്സുകളൊക്കെ അവിടെ പോകുന്നുണ്ട്. നോർമലി എപ്പോഴും ഇവിടെ ഭയങ്കര സൈലൻ്റായ സ്ഥലമാണല്ലോ. ഇങ്ങനെ ഈ ക്രിസ്മസ് സീസണൊക്കെ വരുമ്പോഴാണ് കുറച്ച് ക്രൗഡും ബഹളവും ആൾക്കാരൊക്കെ ഉള്ളത്. ആകെ ഈ ഒരു സമയത്തായിരിക്കും കേട്ടോ സ്ട്രീറ്റിൽ. അല്ലാത്ത ബാക്കി എല്ലാ സമയത്തും ഭയങ്കര സൈലൻ്റ് ആയിരിക്കും കേട്ടോ സ്ട്രീറ്റ്. ഓരോ സ്ട്രീറ്റിലും വേറെ വേറെ ഡെക്കറേഷൻസ് ആണ് കേട്ടോ ഉണ്ടാവുന്നത്. സെയിം ഡെക്കറേഷൻസ് തന്നെയല്ല, ഓരോ സ്ട്രീറ്റിലും വേറെ വേറെ ഡിസൈൻസും കളേഴ്സും ഒക്കെ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഇതൊരു ജംഗ്ഷൻ പോലെ ഒരു സ്ഥലമുണ്ട്, അവിടെ ഉണ്ടായിരുന്ന ഡെക്കറേഷനാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ടൈം ആയതുകൊണ്ട് സ്ട്രീറ്റ് വെൻഡേഴ്സും ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. സ്ട്രീറ്റിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ചെടികളായിട്ടും ക്രിസ്മസിൻ്റെ ക്യാപ്പ് അങ്ങനെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് സ്ട്രീറ്റ് വെൻഡേഴ്സും ഈ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ക്രിസ്മസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്യാപ്പുകളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള കുറേ ഷോപ്സ് ഇതുപോലെ ഇവിടെ ഉണ്ടായിരുന്നേ. നിൽക്കുമ്പോൾ കുറേ ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ആൾക്കാർ പല ഇൻസ്ട്രുമെൻസും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പൈസ അവർക്ക് നമുക്ക് വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം, ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ഇതുപോലത്തെ ആൾക്കാരുണ്ടാവും. അപ്പോൾ ഷോപ്സൊക്കെ കണ്ടോ, നല്ല രസമില്ല, നല്ല
അടിപൊളി ഒരു ക്രിസ്മസ് വൈബ് ഉള്ള നല്ല അടിപൊളി ഷോപ്സാണ്. ലൈറ്റ്സും ഡെക്കറേഷൻസും ഒക്കെ നല്ല രസമുണ്ട്. പിന്നെ ഇതുപോലെ ക്രിസ്മസ് ട്രീയും ഒരുപാട് സ്ഥലത്ത് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ, അങ്ങനെ ഫുൾ ഡെക്കറേറ്റീവായിട്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ സ്ട്രീറ്റ് വെൻഡേഴ്സ് ഉണ്ടെന്ന്, അപ്പോൾ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ നമ്മളിങ്ങനെ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മളിതേ നടന്നിപ്പോൾ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു സ്ഥലത്തെത്തിയിട്ടുണ്ട്. പിന്നെ കുറേ നേരം നമ്മൾ അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു, കുറേ വീഡിയോസൊക്കെ എടുത്തു. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയൊരു ട്രീ ആണ് ഇത്, നല്ല ഫ്രഷ് ആണ് കേട്ടോ, പ്ലാസ്റ്റിക് അല്ല, ഫ്രഷ് ഒരു ട്രീ അവരതുപോലെ തന്നെ അങ്ങനെ വെച്ചേക്കുവാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്കിതുപോലത്തെ ട്രീസ്, ഫ്രഷ് മരങ്ങൾ ഫുള്ളായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ വെച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ വീടുകളിൽ നമ്മൾ വെക്കുന്ന ട്രീയും നമുക്കിതുപോലെ ഫ്രഷ് ഷോപ്സിൽ നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ. പ്ലാസ്റ്റിക്കിൻ്റെ ക്രിസ്മസ് ട്രീ അല്ലാതെ ഇങ്ങനെ ഫ്രഷ് ട്രീ ആയിട്ട് തന്നെ നമുക്ക് ഷോപ്സിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അപ്പോൾ നോർമലി ഒരു 50 ഫ്രാങ്ക്സൊക്കെയാണ് അതിന് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മളിതേ ക്രിസ്മസ് ട്രീയുടെ അവിടെ നിന്ന് കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഇപ്പോഴും ഇതുപോലത്തെ ക്രിസ്മസ് കാർഡും ബർത്ത്ഡേ കാർഡ്സൊക്കെ നമുക്ക് ഇഷ്ടം പോലെ കാണാൻ കിട്ടും കേട്ടോ. അങ്ങനെ പ്രിൻറ്റഡ് ആയിട്ടുള്ളതുണ്ട്, അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്രിസ്മസ് കാർഡൊക്കെ നമുക്ക് കാണാൻ കിട്ടും. അപ്പോൾ എനിക്ക് നമ്മൾ പണ്ട് ക്രിസ്മസിന് ക്രിസ്മസ് കാർഡ്, ഗ്രീറ്റിംഗ് കാർഡ് നമ്മൾ അയക്കുന്നതൊക്കെ ഓർമ്മ വരും കേട്ടോ. ഇപ്പോൾ നമുക്ക് പിന്നെ ആ ഒരു ഇത് പോയല്ലോ, നമ്മളിപ്പോൾ വാട്സാപ്പിലുള്ള മെസ്സേജൊക്കെ ആണല്ലോ നമ്മൾ അയക്കാറ്. അപ്പോൾ ഇതിവിടെ ഇതുപോലത്തെ ഒരുപാട് ക്രിസ്മസ് കാർഡ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെ നമ്മൾ കുറേ നേരം ക്രിസ്മസ് മാർക്കറ്റൊക്കെ കറങ്ങി നമുക്ക് നല്ലൊരു ക്രിസ്മസ് വൈബൊക്കെ കിട്ടി, നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. മറ്റൊരു ദിവസം വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ ബൈ.